ജീവനക്കാരുടെയും അധ്യാപകരുടെയും സെക്രട്ടേറിയറ്റ് മാർച്ചിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രകടനം നടത്തി. മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രകടനം കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക, വിദ്യാഭ്യാസ സർവീസ് മേഖലകൾ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ ഉദ്ഘാടനം ചെയ്തു. 1983 ഇവിടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ പറഞ്ഞപ്പോൾ ജീവനക്കാർ സമരം ചെയ്തപ്പോൾ 1985 നമുക്ക് അത് അനുഭവവേദ്യമായത്. അങ്ങനെ അനുഭവവേദ്യമാകുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 21 മാസത്തെ കുടിശ്ശിക നിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് നമ്മുടെ ജീവനക്കാർക്കും അധ്യാപകർക്കും തന്നിട്ടുള്ളത്. അതോടൊപ്പം 1992 ഇവിടെ പേ ഈക്വലൈസേഷന്റെ മറവിൽ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാണ് കേരളത്തിലെ വലതുപക്ഷ ഗവൺമെന്റ്. ചടങ്ങിൽ M ജിതേഷ് അധ്യക്ഷനായി. T പ്രകാശൻ, മധു കരിമ്പിൽ, PK വിനോദ്, PP അമ്പിളി, രാജീവൻ ഉദിനൂർ തുടങ്ങിയവർ സംസാരിച്ചു. P ശ്രീകല സ്വാഗതവും അനീഷ് PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.